അതെ, എല്ലാവരും എന്നാ പറയണോ, ഞാൻ രണ്ടു ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പം വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചോണ്ടിരിക്കുക. അങ്ങനെ വിചാരിക്കാനൊരു കാരണമുണ്ട്. നമ്മളൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ പോലെയോ, പിന്നെ അതിന്റെ താഴെ വന്ന് ആരെങ്കിലും ഒക്കെ കമന്റ് ഇടുമോ, ആരെങ്കിലും മരിക്കാൻ നോക്കിയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാതിരിക്കും, കുറെ എണ്ണം വീഡിയോ ആയിട്ട് എന്തിനാ വെറുതെ ഇതെല്ലാം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇതൊക്കെ ഒന്ന് ആറ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതായത് ഏറ്റുമാനൂര് ജിസ്മോൾ എന്ന് പറഞ്ഞ വ്യക്തി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതേ സ്ഥലത്ത് തന്നെ ഇതിന് മുമ്പ് ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി 2 കുഞ്ഞുമക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് തോന്നി ആ ഒരു സഹതാപം മനസ്സിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്ത് പിടിക്കുന്ന തരത്തിലുള്ള ഒരു വിഷമമൊക്കെ എനിക്ക് അന്ന് ഫീൽ ചെയ്തായിരുന്നു. അത്ര ഒരു സഹതാപം അല്ലെങ്കിൽ ആ ഒരു ഫീൽ എനിക്ക് ഈ ഒരു ഇഷ്യൂവിൽ എനിക്ക് തോന്നിയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ജീവനുകൾ തന്നെയാണ്, 2 കുഞ്ഞു മക്കളാണ്. ആ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നിയിട്ടോ ഇല്ലെന്നല്ല, രണ്ടും 2 തരത്തിലുള്ള ഇഷ്യൂ ആണ്. ഇവിടെ ഈ പറയുന്ന വ്യക്തിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെന്തിനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ള ഒരു നമ്മളിങ്ങനെ അലട്ടുന്ന ഒരു ചോദ്യമില്ലേ, ഇറിറ്റേറ്റ് ചെയ്യുന്ന, അതായിരുന്നു എനിക്ക് അന്നേരം തോന്നിയൊരു ഫീൽ. അതുകൊണ്ട് ഞാൻ അതിനകത്തെ പറ്റി അധികം ചിന്തിച്ചില്ല. അത് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂ ഞാനൊന്ന് കാണാനിടയായി. അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഈ വ്യക്തിനെ അറിയാം, ഇവർ തമ്മിൽ നല്ല കണക്ഷനാണ്, അറ്റാച്ച്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്, വീട്ടിൽ വരാറുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്കും അറിയത്തില്ല ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്ന് വല്ലപ്പോഴും ഒക്കെ പറഞ്ഞിട്ടറിയാം. പക്ഷെ എന്താണ് ഇഷ്യൂ എന്നെന്നോ ഇത്രമാത്രം വ്യാപ്തി ഉള്ളതാണെന്നോ ഈ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പറയുന്ന ആൾക്ക് പോലും അറിയത്തില്ല. ഞാനിപ്പം പറയാം, ഒരു ഉദാഹരണത്തിന് പറയാം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരുടെയും വീഡിയോ എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരുപാട് ഫോട്ടോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ എപ്പോഴും അത്രയും ഹാപ്പിയാണോ എനിക്കറിയില്ല. എന്നോട് കുറെ പേര് ചോദിക്കുകയാണ്, നീ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ചാണ് നിന്നെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 24 hours അല്ലെ എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണെന്നല്ല എൻ്റെ അർത്ഥം, അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് റിസോൾവ് ചെയ്താണ് നമ്മളത് പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത്? നമ്മളോ പോയി നമ്മുടെ കുഞ്ഞു മക്കൾ, നമ്മളുടെ മക്കളല്ലേ, അവരെയൊക്കെ ഇപ്പൊ ഇതൊരു എന്നാ പറയണ ട്രെൻഡാന്ന് പറയുന്ന പോലെയൊക്കെ തോന്നു പോവുക അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ. ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ അത്രയും അടുത്ത ആൾക്കാരോട്, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ അയലക്കത്തുള്ളവരാവാം. പണ്ടൊക്കെ നമ്മുടെ അയലക്കത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു നമ്മൾ ഓടി ചെല്ലുമായിരുന്നല്ലേ, എന്താ കാര്യം അന്വേഷിക്കാനായിട്ട്, സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ ഇന്ന് നമ്മുടെ അയലക്കത്ത് ആരെ താമസിക്കുന്നതെന്ന് പോലും അറിയത്തില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതെന്താ അങ്ങനെ ആയിപ്പോയി നമ്മളല്ലേ? നമുക്കൊന്നിനും ആരുടെയും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നേരില്ല. പക്ഷെ അവരുടെ ആവശ്യമാത്ത കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ സമയമുണ്ടെന്നാ പിന്നെ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയും മാത്രമേ ഉള്ളൂ. എപ്പോഴും ചിരിച്ചുകൊണ്ട് കാണുന്നവർ എപ്പോഴും ഹാപ്പിയാണെന്ന് നിങ്ങൾ വിചാരിക്കാതെ ഇടയ്ക്കൊക്കെ വെറുതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ആരായാലും, നിനക്ക് സുഖമാണോ, നീ ഹാപ്പിയാണോ, നിനക്ക് എല്ലാം ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ വാക്കിന് ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരിക്കും. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാം.